ട്രൂ മീഡിയ കേരള ടീം വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കരിക്കോട്ടക്കരിയാണ്. കരിക്കോട്ടക്കരി സെൻറ് തോമസ് ദേവാലയത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണാം വളരെ മനോഹരമായിട്ടുള്ള ദേവാലയമാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൻ്റെ ഒരു മോഡൽ ഈ കരിക്കോട്ടക്കരി കുമ്മന്തോടുള്ള ഒരു ചേട്ടൻ നിർമ്മിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഒരുപാട് നല്ല വാർത്തകളൊക്കെ ആയിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണത്. നമ്മുടെ ഈ കാണുന്ന ദേവാലയത്തിൻ്റെ അതേ രൂപത്തിലുള്ള ആ മോഡൽ അതിപ്പോൾ കറങ്ങുന്ന ഒരു ദേവാലയമായി മാറിയിരിക്കുകയാണ്. ആ മോഡലിൻ്റെ ദൃശ്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ കരിക്കോട്ടക്കരി ദേവാലയം, സെന്റ് തോമസ് ദേവാലയത്തിന്റെ ഒരു കറങ്ങുന്ന മോഡലാണ്. 25 വർഷം മുൻപ് 2000-ലാണ് ഇത് നിർമ്മിച്ചത് നമ്മുടെ സ്വന്തം നമ്മുടെ കരിക്കോട്ടക്കരി പൂമന്തോട് കാവുങ്കൽ തോമസ് ചേട്ടനാണ്. തോമസ് ചേട്ടനെ എല്ലാവരും വിളിക്കുന്നത് വക്കൻ ചേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തോമസ് ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. തോമസ് ചേട്ടാ, നമസ്കാരം. ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. 25 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? ഇത് നമ്മുടെ കാട്ടിൽ നിൽക്കുന്ന തെരുവപ്പുല്ലിന്റെ കമ്പുകൾ കൊണ്ട് പുല്ലുകൾ. അത് പച്ചക്കാണല്ലോ, ഉണക്കിയിട്ട്? ഇല്ല, അത് ഉണക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉണക്കിയിട്ട്. അപ്പൊ 2000-ലാണ് ഇത് നിർമ്മിച്ചത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു? പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു എനിക്ക് സ്വന്തം മനസ്സിലാണെങ്കിൽ ഒരു പള്ളി ഞാൻ മുമ്പ് 99 ഉണ്ടാക്കി. അപ്പോഴെന്നോട് അന്നത്തെ തോണിപ്പാറച്ചൻ പറഞ്ഞ വക്കച്ചൻ അപ്പം നമ്മളെ പള്ളി ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടാക്കിയൊരു പള്ളി ഉണ്ടാക്കുക, ഒന്നും നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അതിൻ്റെ ജനലിലെ എണ്ണം, മറ്റു തുളകളെല്ലാം അതുപോലെ തന്നെ വേണ്ടേ. എനിക്ക് വിഷമമായിരുന്നു, പക്ഷെ എല്ലാം എനിക്ക് അതുപോലെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പം ആ ഒരു അച്ഛൻ പറഞ്ഞൊരു ഉത്തേജത്വം എനിക്ക് തോന്നി ഉണ്ടാക്കിയേക്കാന്ന്. അങ്ങനെയാണ് ഈ കറങ്ങുന്ന കരിക്കോട്ടക്കരിയുടെ ദേവാലയം, കറങ്ങുന്ന സെന്റ് തോമസ്. അന്ന് ഇത് ഈ പേര പഠനത്തിന് ശേഷമാണ് ഈ സംവിധാനം ആക്കിയതുണ്ടോ, കറങ്ങുന്നതാക്കിയല്ലേ? അതിനു മുമ്പ് ഇത് വെറും ഇങ്ങനെ. അപ്പൊ 24 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കറങ്ങാൻ തുടങ്ങിയത്. അപ്പോ ഇതേപോലെ ഇപ്പൊ ഇത് ദേവാലയത്തിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ വേറെ എന്തൊക്കെയാണ്? വേറെ ഞാൻ ഈ കാപ്പി കൊണ്ട് ഈ സാധനം ഉണ്ടാക്കിയതുപോലെ തന്നെ ഫ്രണ്ട് കിടക്കുന്ന ആ ടീപ്പോയി ഒരു വേരാണ്, ആ ചെടി ഇരിക്കുന്ന അത് ഒരു കാപ്പിയാണ്. പിന്നെ അത് ആ സംഭവം ഒരു വേരാണ്, ഒരു മരങ്ങളുടെ വേര്, പാഴ്വസ്തുക്കൾ കൊണ്ട് ആണ് നമ്മളല്ലേ വേര്, കാപ്പി, വേര് എന്തുകൊണ്ടാക്കാം. ഞാൻ ഒത്തിരി ഇങ്ങനെ വേരുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 99 ഞാൻ ഒരു പള്ളി ഉണ്ടാക്കി. അതന്ന് ഞാൻ അച്ഛനെ കാണിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അന്ന് എനിക്ക് തനിയെ തോന്നുന്ന ഒരു പള്ളി ഉണ്ടാക്കണമെന്ന്. ആ പള്ളി മറ്റൊന്നും നോക്കിയല്ല, ഒരു പള്ളി. അപ്പം നോക്കുമ്പോൾ ഇതൊരു പിന്നെ ഉഷാറായിക്കൊന്നു ഇത് ചെയ്തെടുക്കണം, ഒരു വാശിയായി. അങ്ങനെ തുടങ്ങി. വേറെ ഇത് മാത്രല്ല, വേറെ എന്താണ്? ഒരു ചെറുകഥാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. എഴുത്തുണ്ട്. എനിക്കിനി നീ മാത്രം എന്നൊരു ചെറുകഥാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ 10,000-2000 കോപ്പി ചെലവായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വക്കൻ ചേട്ടൻ ഒരു കാരിക്കേച്ചർ ഈ മോഡൽ മാത്രമല്ല, നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. അതിലുപരി നല്ലൊരു കർഷകനാണ്. ഏതൊക്കെ കൃഷി മേഖല? എനിക്കുള്ളത് റബ്ബർ, കാപ്പി, കുടി. വക്കഞ്ചേട്ടന്റെ വീടൊക്കെ അന്വേഷിച്ച് വരുമ്പോ വക്കഞ്ചേട്ടന്റെ സുഹൃത്തുക്കൾ ടൗണിൽ നിന്ന് കണ്ടപ്പോ എന്നോട് ചോദിച്ചു, വക്കഞ്ചേട്ടൻ കാവുങ്കൽ വക്കൻ ചേട്ടന്റെ വീട് ഏതാന്ന് ചോദിച്ചപ്പോ
140 എന്നൊക്കെ ഒരു നമ്പറൊക്കെ പറയുന്നത് കേട്ടു. 142 ആയിരിക്കും. 142. അതെന്താണ് അങ്ങനെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ? ഈ 142 നമ്പറിലൊരു വണ്ടി കുറെ കാലം പിടിച്ചായിരുന്നു, ജീപ്പ്. പണ്ട് അപ്പൊ അന്ന് വണ്ടിയില്ലാത്ത കാലഘട്ടമാണല്ലോ. അപ്പൊ അത് ഭയങ്കര, അന്ന് റോഡില്ല. അപ്പം ആ കാലഘട്ടത്ത് വണ്ടി ഓടിച്ച് എല്ലാ രോഗികളായിട്ടൊക്കെ എത്തുക ഒക്കെ ഭയങ്കര റിസ്ക്കുള്ള കാലഘട്ടമാണ്. പക്ഷേ ഒരു ഹീറോയിനായിട്ടൊക്കെ പോകുമ്പോൾ വെട്ടം പോലും കിട്ടാതെ വണ്ടിയിലെ ബൾബില്ലാണ്ട് ടോർച്ച് അടിച്ചൊക്കെ പോകേണ്ട അവസ്ഥകളൊക്കെ ഭയങ്കര കഷ്ടപ്പാടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലേ. അപ്പൊ എന്നെ എപ്പോഴും വിളിച്ചാലും ഡ്രൈവർ വെക്കാൻ ചേട്ടനെ ആൾക്കാർ ഇപ്പോഴും വിളിക്കുള്ളൂ. 140 സുഹൃത്തുക്കളെ വിളിക്കുള്ളൂ. പണ്ടത്തെ അങ്ങനെ വിളിക്കാറുണ്ട്. അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോ ഒരു മനസ്സിനൊരു സുഖം. പിന്നെ ഞാൻ കുറെ ഒരു 2017 CJ മലപ്പാട്ട് നോവൽ മത്സരത്തിൽ എനിക്ക് എനിക്കൊരു 6ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. നോവൽ മത്സരം CJ മലപ്പാട്ട്. അത് 10 പേരുള്ള ഒരു നോവലാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അത് ഇത്ര പേജ് അല്ലെങ്കിൽ ഇത്ര വാക്കുകളെന്നായിരുന്നു. അപ്പോൾ അത് ആർക്കും എഴുതാവുന്ന ഒരു നോവൽ മത്സരമായിരുന്നു 2017. എനിക്ക് 6ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഹൈസ്കൂളിൻ്റെ UP സ്കൂളിൻ്റെ വിൻസെൻ്റ് പോളിൻ്റെ ഒക്കെ സ്മരണകൾക്കകത്ത് എൻ്റെ ഇതുണ്ട്. അപ്പം ഞാനിപ്പോൾ 25 വർഷമായിട്ട് വിൻസെൻ്റ് പോളിൻ്റെ സജീവ അംഗമാണ് ഇവിടുത്തെ. അപ്പം 25 വർഷം പൂർത്തിയായ എൻ്റെ ഒരു സമ്മാനമൊക്കെ ഈ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഷോക്കേസിലുണ്ട്. ഞങ്ങളുടെ വിൻസെൻ്റ് പോൾ സംഘടന വളരെ സജീവമാണ്. നല്ല നിലയിൽ പോകുന്ന ഒരു വിൻസെൻ്റ് പോൾ സംഘടനയാണ്. ഞാൻ അതിൻ്റെ 15 വർഷമായിട്ട് ഞാൻ അതിൻ്റെ പല ഭാരവാഹികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് നല്ലൊരു പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ട്. നല്ല രീതിയിൽ പോകുന്നു. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് പട്ടാമ്പി.